വമ്പന്മാരെ വാഴിച്ച ചരിത്രവും വീഴിച്ച ചരിത്രവും ആറ്റിങ്ങലിലുണ്ട്. UDF-നെ മത്സരിക്കുന്നത് സിറ്റിംഗ് MP അടൂർ പ്രകാശ്, LDF-നെ മത്സരിക്കുന്നത് വർക്കല MLA വി ജോയ്, BJP-ക്ക് മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഓട്ടോൺ വീൽസ് ഇന്ന് ആറ്റിങ്ങലിലൂടെ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കലയിലും കാപ്പിലും ഇടവയിലും കടലും കായലും ഇടചേർന്ന് കിടക്കുന്നു. മണ്ഡലത്തിലെ രാഷ്ട്രീയം പോലെ ഇരു മുന്നണികളെയും പരിഗണിച്ച ചരിത്രം മണ്ഡലത്തിനുണ്ട്. 1991-ൽ സുശീല ഗോപാലൻ CPM-ന് വേണ്ടി മണ്ഡലം പിടിച്ചെടുത്തതിനു ശേഷം കോൺഗ്രസിന് മണ്ഡലത്തിൽ വിജയിക്കാനായത് അടൂർ പ്രകാശിലൂടെയാണ്. മണ്ഡലം നിലനിർത്താൻ UDF ഇത്തവണയും രംഗത്തിറക്കിയിരിക്കുന്നത് അടൂർ പ്രകാശിനെ തന്നെ. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA-യുമായ വി ജോയിയാണ് LDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിലുണ്ടാക്കിയ വോട്ട് നേട്ടം വിജയത്തിലെത്തിക്കാനാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനെ BJP മത്സരിപ്പിക്കുന്നത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. കോൺഗ്രസിനായി വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം പിടിച്ച അടൂർ പ്രകാശിൽ പാർട്ടി പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. അടൂർ പ്രകാശിന്റെ ജനപിന്തുണ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. അടൂർ പ്രകാശ് മണ്ഡലത്തിലെത്തിയതോടെ പാർട്ടിയിലെ തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ടുണ്ട്. ജാതീയ ഘടകങ്ങളും അനുകൂലം തന്നെ. ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കാനെത്തിയ അടൂർ പ്രകാശ് CPM-ലെ A സമ്പത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ LDF കോട്ടയെന്ന മണ്ഡലത്തിന്റെ പേരാണ് തകർന്നടിഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് 3,80,995 വോട്ട് നേടിയപ്പോൾ സമ്പത്തിന് ലഭിച്ചത് 3,42,748 വോട്ടുകൾ. ഭൂരിപക്ഷം 38,247 വോട്ട്. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളെന്ന പേരുമാറ്റി മണ്ഡലത്തിൽ ഒരാളാകാൻ അടൂർ പ്രകാശിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തകർ പറയുന്നു. ദേശീയപാത വികസനമടക്കം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ അവരുടെ പാർട്ടി നിശ്ചയിക്കുന്ന ആളുകൾ, ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി നിശ്ചയിക്കുന്ന ആളുകൾ സ്ഥാനാർത്ഥിയായി വരും. ഇപ്പോൾ എൻ്റെ പാർട്ടി എന്നെ നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായി വന്നത്. അപ്പോൾ എന്ത് പറഞ്ഞതുപോലെ അവർ പാർട്ടി നിശ്ചയിച്ചനുസരിച്ച് ജില്ലാ സെക്രട്ടറി വന്നു. അതുകൊണ്ട് ജില്ലാ സെക്രട്ടറി വന്നു എന്നുള്ളത് കൊണ്ട് മറ്റ് വലിയ കാര്യങ്ങളൊന്നും ഞാനതിനെ കാണുന്നില്ല. പിന്നെ പണത്തിൻ്റെ ഒരു ആധിപത്യം, ഒരു ഒഴുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണത്തിൻ്റെ ആധിപത്യം ഇവിടെ ഒഴുക്ക് നടക്കുന്നു എന്ന് പറയുന്നത് LDF മാത്രമല്ല, അതുപോലെ തന്നെ BJP-യുടെ ഭാഗത്തു നിന്നും പണം കൊണ്ടുവന്ന് ഒഴുക്കുന്ന ഒരു ചിത്രം നമുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെയധികം പരാധീനതകൾ നേരിടുന്ന ഒരവസരമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് ഉണ്ട്, അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണം ഉണ്ടാകണം. അതല്ലാതെ പകുതിയാക്കിയിട്ടിട്ട് പോകാൻ പറ്റില്ല. അതൊക്കെ പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികൾ നിശ്ചയമായും ഉണ്ടായിരിക്കും. സാധ്യത അടൂർ പ്രകാശിനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു നല്ലൊരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ വേറെ ആരെയും കണ്ടില്ല. പിന്നെ വികസനം എന്ന് വെച്ച് നോക്കുമ്പം കുറച്ച് ഡള്ളാണ്. വേറെ ഒന്നും കണ്ടില്ല. നമുക്ക് നല്ല റോഡും ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള വികസനം വേണം. അത് നമ്മൾ പുള്ളിക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആരെന്ന ചോദ്യത്തിന് മറുപടിയായാണ് വി ജോയിയെ CPM മത്സരിപ്പിക്കുന്നത്. വർക്കല നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്ത ചരിത്രം ജോയിക്ക് കരുത്തായുണ്ട്. ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല മണ്ഡലങ്ങളിൽ ഏറെ വ്യക്തിപരിചയമുള്ള ആളാണ് പ്രവർത്തകരുടെ ജോയി അണ്ണൻ. ആർക്കും സമീപിക്കാൻ കഴിയുന്ന നേതാവ്. വർക്കലയിൽ നടപ്പിലാക്കിയ വികസനങ്ങളും LDF സർക്കാരിൻ്റെ വികസന പദ്ധതികളുമാണ് പ്രചാരണായുധം. CPM ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റു മാസങ്ങൾക്ക് ശേഷമാണ് ജോയി ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ടൊരു 40-45 ദിവസമായി. നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഇടതുപക്ഷത്തെ പ്രവർത്തകർ മാത്രമല്ല, നിരവധി BJP, കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാർ അടക്കമുള്ളവർ ഞങ്ങളോടൊപ്പം വന്നു ചേരുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിജയം ഉറപ്പാണ് എന്നാണ് ഞങ്ങൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതിനു വേണ്ടുന്ന ഏറ്റവും അവസാനത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ അത്യാവശ്യം വേണ്ടൊരു കാര്യം
നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന തൊഴിലില്ലായ്മയാണ്. അപ്പോൾ അവർക്കൊരു തൊഴിൽ സംഘടിപ്പിക്കുക, അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുക. ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 വന്നു. ഫേസ് 5ഉം 6ഉം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അങ്ങനെ കൊണ്ടുവന്നാൽ ഈ ചെറുപ്പക്കാർക്ക് നമുക്ക് എത്രമാത്രം ജോലി കൊടുക്കാൻ വേണ്ടി പറ്റും? ഒരു കണക്ടിവിറ്റി, മണ്ഡലമാകെ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കി നമുക്ക് അതെങ്ങനെ സാധ്യമാക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻ്റെ മനസ്സിലുള്ളൊരു വികസന സ്വപ്നം അതാണ്. 2, നമ്മുടെ റെയിൽവേയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംവിധാനം. റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുക, റെയിൽവേ സ്റ്റേഷനിൽ ധാരാളം ട്രെയിനുകൾ നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ റെയിൽവേ വികസനവും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോ മണ്ഡലങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അവിടുത്തെ ആവശ്യകത മനസ്സിലാക്കി അതിലിടപെടുക എന്നുള്ളതാണ് ജയിച്ചാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സഖാവിൻ്റെ മേന്മ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ച് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സഖാവാണ്. അതുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും ജനങ്ങളെ ഇഷ്ടപ്പെടുന്നതും. അതുകൊണ്ടാണ് വിജയം 100% ശരിയാണെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ BJPക്കായി മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനവുണ്ടായി. മുൻ തിരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയ 90,528 വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ 2,40,881 വോട്ടായി ഉയർത്തി. ഇതോടെ BJP മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരനെ മത്സരിപ്പിക്കുന്നതും കടുത്ത മത്സരം കാഴ്ചവെക്കാനാണ്. ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര പദ്ധതികളും മുൻനിർത്തിയാണ് BJPയുടെ പ്രചാരണം. ഇടതും വലതും ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെയാണ് BJP ജയിക്കുന്നത്. BJPയുടെ വിജയം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിജയം ഇടതും വലതും നേരത്തെ ഭരിച്ചോ ഇല്ലയോ എന്ന് നോക്കിയിട്ടില്ല, ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നാണ്. ഇടതും വലതും ഭരിച്ചതുകൊണ്ടാണ് BJPക്ക് സാധ്യത കൂടുന്നത്. മണ്ഡലത്തിൻ്റെ 13 സ്ഥലങ്ങളിലായിട്ട് വികസന സെമിനാറുകൾ സംഘടിപ്പിച്ചു. അതിലൂടെ ജനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളുടെ ഒരു കരട് രേഖയാണ് മിനിയാന്ന് ഡോക്ടർ ജയശങ്കർജി പുറത്തിറക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്തിമമായിട്ടുള്ള വികസന അജണ്ട പിന്നീട് പുറത്തിറക്കും. അതിൽ തീരദേശ മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്, ടൂറിസം ഉണ്ട്, നമ്മുടെ ആദിവാസി ഗിരിജന മേഖലകളുണ്ട്, കാർഷിക മേഖലയുണ്ട്, പരമ്പരാഗത വ്യവസായങ്ങളുണ്ട്, സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾ പരക്കെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ BJP ഘടകം പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. അബ്കെ ബാർ 400 ബാർ പാർ എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു പ്രാതിനിധ്യം ഉണ്ടാകുന്നതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. BJP ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് 100% വിശ്വസിക്കുന്നത്. കാരണം കേന്ദ്രത്തിൽ മോദിജിയുടെ പ്രവർത്തനങ്ങൾ അത്രയ്ക്ക് ഇവിടെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം ഇവിടുന്ന് മുരളിച്ചേട്ടൻ തന്നെ ജയിച്ച് BJP എന്നാണ് ഇനിയും ഭരണത്തിൽ വരുമെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. മുരളി ജയിക്കുമെന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം. മുരളീധരൻ ജയിക്കുന്നതാണ്, അല്ലാതെ വേറെ ആരും ജയിച്ചൊരു കാര്യമില്ല. അവിടെ ചെന്ന് കേന്ദ്രത്തിൽ ചെന്ന് ചുമ്മാ കസേരയിൽ കുത്തിയിരിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുക. 100-400 എണ്ണത്തിൻ്റെ ഇടയിൽ ചെന്ന് 1-2 പേര് ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാണ്? അവിടെ ചെന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുക. അവന്മാർ തലയെ കൊട്ടു കൊടുക്കും. അതേ ഇവിടെ നടക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇനി BJP വരണം, എങ്കിലേ വല്ല നടക്കുകയുള്ളൂ ഇവിടെ. അല്ലാതെ ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കാൻ അവന്മാർ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് ഒരു കാര്യമില്ല. ഓരോരുത്തന്മാരെ ജയിപ്പിച്ച് വിട്ടിട്ട് എന്തിനാണ് ഇവിടെ പ്രയോജനം? മൂന്നൂരും BJP കോൺഗ്രസും രാഷ്ട്രീയ എല്ലാം കട്ടയ്ക്ക് നിൽക്കുക തന്നെയാണ്. ജാതി സമവാക്യങ്ങൾ ശക്തമായ മണ്ഡലമാണ് ആറ്റിങ്ങൽ. വർക്കലയിലെ കടൽ തീരത്ത് തുടങ്ങി കാട്ടാക്കടലിലെ വനമേഖലയിൽ അവസാനിക്കുന്ന മണ്ഡലത്തിൻ്റെ താൽപ്പര്യങ്ങളും ഭൂമിയുടെ ഘടന പോലെ വ്യത്യസ്തമാണ്. എല്ലാ ഘടകങ്ങളിലും മുൻതൂക്കം നേടാനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം.